S23 5G മൊബൈല് 90,000 വിറ്റുകൊണ്ടിരുന്ന ഈ മൊബൈല് ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിൽ നമുക്ക് 40,000 കിട്ടും. ഏകദേശം 55% പ്രൈസ് റിഡക്ഷൻ. അല്ലെങ്കിൽ S23 FE മൊബൈൽ നോക്കുകയാണെങ്കിൽ പണ്ട് 80,000 വിറ്റുകൊണ്ടിരുന്ന ഈ മൊബൈല് നമുക്കിപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിൽ 30,000 കിട്ടും. നമുക്ക് ഏകദേശം 60% വില കുറവുണ്ട്. ഹായ് എവരിവൺ, ഞാൻ അഭിരാമി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും നമുക്ക് ഫേവറേറ്റ് ഫോൺ അല്ലെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വാങ്ങണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഈവൻറ്റ്സ്, അതായത് ബിഗ് ബില്യൺ ഡേയ്സിനോ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിനോ വേണ്ടി കാത്തിരിക്കും. കാര്യം നമുക്ക് ഇത്രയും 50% 60% ഡിസ്കൗണ്ട് കിട്ടും. എന്നാൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ഇ-കൊമേഴ്സ് സൈറ്റ്സ് നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട്സ് ഈ ഐറ്റംസിൽ തരുന്നത്? 1,00,000 ഫ്രിഡ്ജ് 50,000 കിട്ടും, അല്ലെങ്കിൽ 1,00,000 ഫോൺ നമുക്ക് ഏകദേശം 60% ഡിസ്കൗണ്ടിൽ 40,000 കിട്ടും. അപ്പോൾ ഈ മെർച്ചന്റ്സിന്, ഈ കച്ചവടക്കാർക്ക് ഇതൊരു നഷ്ടമാവില്ലേ? എങ്ങനെയാണ് ഈ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ് ഇതിലൂടെ ലാഭം കൊയ്യുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലെ സൂത്രപ്പണി? നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണാം. എപ്പോഴൊക്കെ ദസറ അല്ലെങ്കിൽ ദീപാവലി ആഘോഷങ്ങൾ വരുന്നോ അപ്പോഴൊക്കെ ഇന്ത്യൻ ഇ-കൊമേഴ്സ് ജയന്റ്സ് ആയ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ അവരുടെ ഷോപ്പിംഗ് മാമാങ്കമായ ബിഗ് ബില്യൺ ഡേയ്സ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യും. പലതരത്തിലുള്ള ഐറ്റംസിന് ഒത്തിരി ഡിസ്കൗണ്ടോട് കൂടി ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഈ ആഘോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്തായാലും നടക്കും. പലപ്പോഴും ബിഗ് ബില്യൺ ഡേയ്സ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഏതെങ്കിലും ഒരു ആഘോഷങ്ങൾക്ക് ചുറ്റുപിട്ടായിരിക്കും വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സ് നോക്കിയാൽ അത് ദസറ അല്ലെങ്കിൽ ദീപാവലി ആഘോഷങ്ങൾക്ക് അതിന് അനുബന്ധിച്ചാണ് വരുന്നത്. ഈ ആശയം എന്ന് പറയുന്നത് അമേരിക്കയിലെ ബ്ലാക്ക് ഫ്രൈഡേയിൽ നിന്നാണ് ഇവർ കടമെടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിംഗിന് ശേഷമുള്ള ദിവസമാണ്. ആൻഡ് ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് ക്രിസ്മസിന്റെ ഷോപ്പിംഗ് സീസൺ, അതായത് ഒരു ഷോപ്പ് ചെയ്യുന്ന സീസണിന്റെ സ്റ്റാർട്ടിംഗ് കൂടിയാണ്. ബ്ലാക്ക് ഫ്രൈഡേ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ബ്ലാക്ക് ഫ്രൈഡേയിൽ ഒത്തിരി ഡിസ്കൗണ്ടോട് കൂടി ഒത്തിരി ഗ്രേറ്റ് ഡീൽസിൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങും. ചിലപ്പോൾ $100 $10 നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആ ആശയമാണ് ഈ ഇ-കൊമേഴ്സ് സൈറ്റ്സ് ആയ ഫ്ലിപ്കാർട്ടും ആമസോണും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഒരു ആഘോഷത്തിന് മുന്നേ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്കൗണ്ടിൽ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ കൊടുക്കുക, അപ്പോൾ ആ ഒരു ഷോപ്പിംഗ് വൈബ് കൂട്ടുക. 2009 ചൈനയിലാണ് ഇ-കൊമേഴ്സ് കമ്പനിയായ ആലിബാബ ഓൺലൈൻ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സിംഗിൾസ് ഡേ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ട്രെൻഡ് ലോകത്തെമ്പാടും വ്യാപിക്കുകയും നമ്മുടെ ഇന്ത്യയിൽ ദിവാലി സെയില്, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഇതുപോലെ കോമൺവെൽത്ത് കൺട്രീസിൽ ബോക്സിംഗ് ഡേ സെയിൽ എന്നും അറബ് കൺട്രീസിൽ റംദാൻ സെയിൽ എന്നും ഇങ്ങനെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സ്റ്റാർട്ടായി. ഏതൊരു മാർക്കറ്റിലും ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാവണമെങ്കിൽ ഒരു സിമ്പിൾ തമ്പ് റൂൾ ഉണ്ട്. അതായത് സെല്ലിംഗ് പ്രൈസ്, വിൽക്കുന്ന വില നിർമ്മാണ ചെലവിനേക്കാളും കൂടുതലായിരിക്കണം. ഇങ്ങനെയുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവൽസിൽ 90% ഓഫ്, അല്ലെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, അല്ലെങ്കിൽ ഓഫർ ക്ലോസസ് സൂൺ, ഇങ്ങനെയുള്ള കൗണ്ട് ഡൗൺസ് ഉണ്ടാവും. ഈ കൗണ്ട് ഡൗൺസ് കാരണം നമുക്ക് ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നൊരു പ്രതിഭാസം സൃഷ്ടിക്കപ്പെടും. എന്താണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അല്ലേ? അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇന്ന സമയത്തിനുള്ളിൽ വാങ്ങിച്ചില്ലെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടില്ല എന്ന് വരുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇപ്പൊ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് പോവോ, അല്ലെങ്കിൽ നമുക്ക് ലോസ് ആവുമോ എന്നൊരു പേടി നമുക്ക് ഉണ്ടാവും. അത് കാരണം നമ്മൾ ആ ഐറ്റം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വാങ്ങും. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ നിർമ്മാണ ചെലവില് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് വരാം, ഡിസൈൻ കോസ്റ്റ് വരാം, അല്ലെങ്കിൽ ലേബർ ചാർജ് വരാം. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു നിർമ്മാണ ചെലവ് വരുന്നത്. എന്നാൽ ഈ ബിഗ് ബില്യൺ ഡേയ്സ് അല്ലെങ്കിൽ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ടൈമിൽ ഇവര് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്? ഇത്രയും ഡിസ്കൗണ്ട് തന്നതിന് ശേഷവും എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്? നമുക്കൊരു എക്സാമ്പിളിലൂടെ കാണാം. ആദ്യം നമുക്കൊരു ഒരു യൂഷ്വൽ സിനാരിയോ നോക്കാം. ഒരു ഫോൺ മാർക്കറ്റിലേക്ക് വരികയാണ്. ആ ഫോണിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 15,000 ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആ ഫോണിന് ഏകദേശം 20,000 രൂപ, അതായത് 20,000 അവർ ആ ഫോൺ വിൽക്കുന്നത്. അപ്പോൾ പെർ ഫോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് 15,000-ഉം സെല്ലിംഗ് പ്രൈസ്, അതായത് വിൽക്കുന്ന വില 20,000-ഉം ആവുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ്, ലാഭം എത്ര വരും? 5,000 വരും. അപ്പോൾ ലെറ്റ്സ് സേ നമുക്കൊരു 200 ഫോണാണ് നമ്മൾ വിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ പെർ ഫോൺ നമുക്കൊരു 5,000 രൂപ ലാഭം വരുമ്പോൾ ഈ 200 ഫോൺ വിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം 10 ലക്ഷം രൂപ ലാഭം കിട്ടും. ഇതാണ് നോർമൽ സിനാരിയോ, ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒന്നും ഇല്ലാത്ത സമയത്തുള്ള സിനാരിയോ. ഇനി നമുക്ക് സെക്കൻഡ് സിനാരിയോയിലേക്ക് വരാം. അതായത് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഈ ഒരു എന്തായാലും ഈ ഒരു മാനുഫാക്ചറർ ഒരു ഡിസ്കൗണ്ട് പറയും അല്ലെ? ഈ ഒരു ഡിസ്കൗണ്ട് കാരണം ഡിമാൻഡ് കൂടും. സോ ലെറ്റ്സ് സേ ആ ഒരു ഡിസ്കൗണ്ട് കാരണം 200 ഫോൺ പണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ 1000 ഫോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു
സെയിം കാരണം കൊണ്ട് തന്നെ ഇവിടെ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് ശരിക്കും 15,000 നിന്ന് 12,000, അതായത് 12,000 ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇപ്പൊ 12,000 ആണ്. ഇനി നമ്മൾ പറയാണ്, ഓക്കെ, ഒരു ഫോൺ മാനുഫാക്ചറർ പറയാണ് ഞങ്ങൾ ഇത് 25% ഡിസ്കൗണ്ടിനാണ് വിൽക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ പണ്ട് 20,000 വിറ്റിരുന്ന ഫോൺ ഇപ്പൊ നമുക്ക് 15,000, 15,000 കിട്ടും. അപ്പോ ഇപ്പോഴത്തെ പ്രോഫിറ്റ് മാർജിൻ, ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 3,000 പെർ ഫോൺ. സോ പെർ ഫോണിന് 3,000 രൂപയാണ് ഇപ്പൊ നമുക്ക് ലാഭം വരുന്നത്. എന്നാൽ പണ്ട് 200 ഫോൺ വിറ്റിരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ 1000 ഫോണാണ് വിൽക്കുന്നത്. അപ്പോൾ 1000 ഫോണിന് 3,000 രൂപ വെച്ച് നമുക്ക് ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 30 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ പണ്ട് 10 ലക്ഷമായിരുന്ന സമയത്ത് ഇപ്പം നമുക്ക് 30 ലക്ഷം കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം 20 ലക്ഷത്തിന്റെ പ്രോഫിറ്റ് ആണ് ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ ഉണ്ടാവുന്നത്. വേറൊരു തരത്തിൽ ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ക്ലിയറൻസ് വഴി. അതായത് ചില ഫോൺസ് നമ്മുടെ മാർക്കറ്റിൽ എത്തുമ്പോൾ അത് ചിലപ്പം ക്ലിക്ക് ആവണമെന്നില്ല, അല്ലെങ്കിൽ പുതിയ പുതിയ ഡിസൈൻസ് വേഗം വരുന്നത് വഴി ചില ഫോൺസ് വിറ്റുപോവില്ല. അപ്പൊ ഈ വിറ്റുപോകാത്ത ഫോൺസ് എന്ത് ചെയ്യും? അതെന്തായാലും പ്രൊഡക്റ്റ് ഒരു മാനുഫാക്ചർ ചെയ്തെങ്കിൽ അത് എവിടെയെങ്കിലും വെക്കണം. അപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റീവ് സീസണിലാണ് ഈ ഫോൺ മാനുഫാക്ചേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിൽക്കപ്പെടാത്ത എല്ലാ പ്രൊഡക്ട്സും, ഫോണെന്ന് മാത്രമല്ല എന്ത് പ്രൊഡക്റ്റ് ആയാലും വിൽക്കപ്പെടാത്ത പ്രൊഡക്ട്സ് കുറഞ്ഞ വിലയ്ക്ക് ഇവർ വിൽക്കാൻ ശ്രമിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടാവും, എന്നാൽ ആ ഒരു ലോസ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ നമുക്ക് ഏറ്റവും അധികം കാണാൻ കഴിയുന്നത് കോംബോ ഓഫേഴ്സ് ആണ്. നമ്മളൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ഫോണിന്റെ കവർ, സ്ക്രീൻ കാർഡ്, പിന്നെ എന്താ പറയാ, ഇൻഷുറൻസ്, വാറന്റി, ഇതൊക്കെ നമുക്ക് വേണം അല്ലേ? പക്ഷേ ഈ ഫെസ്റ്റീവ് സീസണിൽ ഇവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവർ ഒരു കോംബോ ആയിട്ട് തരും. ആ കോംബോ ഓഫർ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നോർമൽ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഒരു ഫോണിന്റെ പ്രൈസിനെക്കാളും കുറവായിരിക്കും ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുമ്പോഴുള്ള പ്രൈസ്. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊരു നല്ല ഡീലാണല്ലോ, നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇത്ര രൂപയ്ക്ക് കിട്ടുകയാണല്ലോ എന്നും പറഞ്ഞ് കസ്റ്റമേഴ്സ് വാങ്ങും. എന്നാലും നമ്മൾ ഈ കോംബോ ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ നമ്മളൊരു ഫോൺ എടുക്കുകയാണ്, അതിന്റെ കൂടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ എന്താ പറയാ സ്ക്രീൻ കാർഡ്, കവർ നോക്കുമ്പോൾ നമ്മൾ ഈ ഓരോന്നിന്റെയും പ്രൈസ്, അതായത് ഫോൺ ഒഴിച്ച് ബാക്കിയുള്ള ഐറ്റംസിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോ ഈ മാനുഫാക്ചേഴ്സ്, അതായത് സ്ക്രീൻ കാർഡ് അല്ലെങ്കിൽ വാറന്റി, ഇവര് ചിലപ്പോ ഒന്നുകിൽ ആ സെയിം പ്രൈസിന് അല്ലെങ്കിൽ കൂടുതൽ പ്രൈസിനായിരിക്കും വിൽക്കുന്നത്. എന്നാൽ ടോട്ടൽ കോസ്റ്റ്, ഈ ഒരു മെയിൻ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കുറഞ്ഞത് കാരണം ടോട്ടൽ കോസ്റ്റ് ഇവിടെ കുറവായിരിക്കും. ഇത് കാരണം എല്ലാവരും ഹാപ്പിയാണ്, കസ്റ്റമറിനും കുറഞ്ഞ രൂപയിൽ ഇതെല്ലാം കിട്ടും. ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ആകെ മൊത്തം വിൽക്കുന്ന ഫോണുകളുടെ 25% ഇങ്ങനെയുള്ള ഫെസ്റ്റീവ് സീസൺസിലാണ് വിൽക്കപ്പെടുന്നത്. അപ്പോൾ ഈ 25% ഈ ടൈമിൽ വിൽക്കുമ്പോൾ മാനുഫാക്ചറേഴ്സ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവർ ഈ ഒരു ഫെസ്റ്റീവ് സീസൺ ഒക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അതായത് നമ്മുടെ ഫോണിന് എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് കൊടുത്താൽ നമുക്ക് എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് മാർജിൻ കിട്ടും. ഈ കാൽക്കുലേഷൻസ് ഒക്കെ ഓൾറെഡി അവർ നടത്തി വെച്ചിട്ടായിരിക്കും ഈ ഫെസ്റ്റീവ് സീസണിൽ നമ്മൾ ഈ കാണുന്ന ഡീൽസും ഡിസ്കൗണ്ട്സും ഒക്കെ ഉണ്ടാവുന്നത്. ഡേറ്റ ഇസ് ദ ന്യൂ ഓയിൽ. നമ്മളിപ്പോൾ ഒരു സീസൺസ് നോക്കുകയാണെങ്കിൽ, ഫെസ്റ്റീവ് സീസൺസ് നോക്കുകയാണെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിലും വരുന്ന ന്യൂ കമേഴ്സിന്റെ 15% ഈ ഒരു ഫെസ്റ്റീവ് സീസണിലാണ് വരുന്നത്. അതിന്റെ അർത്ഥം നമുക്ക് പുതിയ ഡേറ്റ കിട്ടുകയാണ്, ഇത്രയും കസ്റ്റമർ ഡേറ്റ വരികയാണ്. അപ്പൊ ഈ ഒരു കസ്റ്റമർ ഡേറ്റ അനലൈസ് ചെയ്ത് നമ്മുടെ ഒരു കസ്റ്റമറിന്റെ ബിഹേവിയർ പഠിച്ചാൽ ഇവർക്ക് അതിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ കഴിയും. വേറൊരു തരത്തില് ഈ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങള്. എപ്പോഴൊക്കെ ഈ ഒരു ഫെസ്റ്റീവ് സീസൺ വരുന്നത്, അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ബിൽ ബോർഡ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ടിവിയിലൊക്കെ അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങൾ കാണും. എന്നാൽ അവരത് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ്, ഒരു പ്രത്യേക പ്രൊഡക്റ്റ് ആയിരിക്കും ഇവരത് കാണിക്കുന്നത്. ചിലപ്പോൾ ഒരു എന്താ പറയുക സാംസങ് S23 മൊബൈൽ ഫോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അവിടെ കാണിക്കുന്നത് അല്ലേ? ശരിക്കും ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോംസിന് ആ സ്പെഷ്യൽ പ്രൊഡക്റ്റ് മാനുഫാക്ചറേഴ്സുമായിട്ട് ഒരു എഗ്രിമെന്റ് കാണും. അപ്പൊ അവർ പറയും എന്റെ പ്രൊഡക്റ്റ് കൂടുതൽ കാണിച്ചാൽ ഇത്ര പൈസ ഞാൻ എക്സ്ട്രാ തരാന്ന് പറയും. ഈ എഗ്രിമെന്റ് കാരണമായിരിക്കും അവർ ഈ സ്പെഷ്യൽ പ്രൊഡക്റ്റ് കാണിക്കുന്നത്. 2023 ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ടോട്ടൽ സെയിൽസ് ശരിക്കും 9 കോടിയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഈ വർഷം 2024 ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ടോട്ടൽ സെയിൽസ് 10 കോടി കടക്കും എന്നാണ് ഇവരുടെ പ്രഡിക്ഷൻ.
നമ്മുടെ ടോട്ടൽ ബിസിനസ് നോക്കുകയാണെങ്കിൽ ഏകദേശം $12 ബില്യൺ ബിസിനസ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഒരു ന്യൂസ് കിട്ടുന്നത്. ഈ ഒരു ഷോപ്പിംഗ് സീസണിൽ ഇത്രയധികം ഡിസ്കൗണ്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡീൽസ് കാണുമ്പോൾ നമുക്ക് ഒത്തിരി ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നിയേക്കാം ഇത്. അപ്പൊ നമുക്ക് ആവശ്യമില്ലെങ്കിലും നമുക്ക് ഇതൊക്കെ വാങ്ങാൻ തോന്നും. എപ്പോഴും നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കുക, ഇത് ശരിക്കും നമുക്ക് ആവശ്യമുണ്ടോ, അതോ ആ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡീല് കണ്ടിട്ട് നമുക്ക് ടെംപ്റ്റ് ആയി വാങ്ങുന്നതാണോ? സോ എപ്പോഴും വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങുക, അല്ലെങ്കിൽ അത് പിന്നെ കൂടുതൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസിലേക്ക് നയിക്കും.